പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി നിർത്തിയിരിക്കുന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി കോടാനുകോടി നന്ദി പറയുന്നു. ഇതെൻ്റെ ഭർത്താവ് അനിൽകുമാർ, ഇതെൻ്റെ മകൻ അനന്തു അനിൽ. എൻ്റെ പേര് സുജാത അനിൽ. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ കുമ്മണ്ണൂർ എന്ന സ്ഥലത്ത് നിന്നും വരുന്നു. ഞാൻ ഇത് രണ്ടാമതാണ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ദൈവമാതാവ് കൃപ തന്നിരിക്കുന്നത്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ 3 പ്രാവശ്യം സാക്ഷ്യം എഴുതി കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്. അദ്ദേഹം ഇടപ്പാൾ എന്ന സ്ഥലത്ത് ഓട്ടം പോവുകയും യാത്രക്കാരുമായി അവിടെ വെച്ച് യൂറിൻ പോകാതെ വരികയും 3-4 പ്രാവശ്യം നോക്കിയിട്ട് യൂറിൻ പാസ് ചെയ്യാതെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. അവിടെ നിന്ന് അത് എന്തോ മിസ്റ്റേക്ക് കാരണം യൂറിൻ ട്യൂബ് ഇട്ടപ്പോഴത്തേന് യൂറിൻ പോകുന്നതിന് പകരം ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം ചെയ്യുകയും അവിടെ നിന്ന് എൻ്റെ മോള് ചെന്ന് ഇത്രയും ദൂരമാണല്ലോ, അവിടുന്ന് വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് വന്ന് പാലാ മെഡിസിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ അഡ്മിറ്റാക്കിയിരുന്ന ഹോസ്പിറ്റലിലും ഓപ്പറേഷൻ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം അവിടെ കിടക്കുകയും വീണ്ടും തിരിച്ച് വീട്ടിൽ വരികയും വീണ്ടും ഇവർ ട്യൂബ് ഊരി നോക്കിയിരുന്നു. പക്ഷേ യൂറിൻ ഒരു തരവും പാസ് ചെയ്യാതെ വയറ് വീർത്ത് വരികയും വല്ലാത്ത ബുദ്ധിമുട്ട് വരികയും ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ആദ്യമേ ഫോട്ടോ എടുത്തുകൊണ്ടാണ് വന്നത്, അച്ഛനെ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ. പക്ഷേ പറ്റിയില്ല, ആളിനെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഈ ട്യൂബ് ഇട്ട അവസ്ഥയിൽ തന്നെ വണ്ടി പിടിച്ച് യൂറിൻ ബാഗോടുകൂടി ഇവിടെ കൊണ്ടുവരികയും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ മാതാവ് കൃപ തരികയും ജോസഫ് അച്ഛൻ്റെ ഒറ്റ കൈവപ്പ് പ്രാർത്ഥനയും സൈത്ത് പൂശലോടും കൂടി ആ വലിയ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം മാറിപ്പോവുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ അവർ ട്യൂബ് ഊരി തരികയും ചെയ്തു. ഇപ്പോൾ ഓപ്പറേഷൻ ഒന്നുമില്ലാതെ രോഗം സൗഖ്യപ്പെട്ടു. അമ്മ മാതാവും ഈശോയും തന്ന ഈ വലിയ കൃപയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. എനിക്കിത് വളരെ കൃത്യമായിട്ട് പറയാനൊന്നും അറിയില്ല, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. ഇപ്പോൾ ഒരു ചെറിയ ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. എൻ്റെ ഭർത്താവിന് ഈ രോഗസൗഖ്യം കണ്ടിട്ട് വേറെ ആളിനെയും ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവർ അച്ഛനെ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, വന്നിട്ടില്ല. അച്ഛൻ സൈത്ത് പൂശി എൻ്റെ ഭർത്താവിന് വയറിൽ അച്ഛൻ തന്നെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ആ ട്യൂബ് ഊരാൻ കഴിഞ്ഞു. യൂറിൻ ബാഗ് ഊരി കളയുകയും ഒരു 2 മാസത്തോളം ട്യൂബിട്ട് യൂറിൻ ബാഗുമായിട്ട് നടക്കേണ്ടി വന്നു. വലിയ അസ്വസ്ഥതയായിരുന്നു. അത് കാരണം എവിടെയും പോകാനോ കിടക്കാനോ എപ്പോഴും ഈ യൂറിൻ ബാഗ് ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ ഒരു 10 വർഷമായിട്ട് വിൽക്കാതെ കിടന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഹൈ റേഞ്ചിൽ. അത് പല പണിയും നോക്കിയിരുന്നു. ഞങ്ങൾ ഹിന്ദുക്കളാണ്. അതൊരു താഴ്ചയുള്ള സ്ഥലമായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ താമസിക്കുന്ന വീട് സ്ഥലവും ജപ്തി നോട്ടീസും വന്ന് കിടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്ഥലം വിൽക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇപ്പം തക്ക സമയത്തിന്മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് ഈ ഞങ്ങളുടെ ഹൈ റേഞ്ചിലെ സ്ഥലം ഇപ്പോൾ വിറ്റ് തന്നു. ഇപ്പോൾ അഡ്വാൻസ് കിട്ടിയ അതിൻ്റെ ഒരു ചെറിയ വിഹിതവുമായിട്ടാണ് ഞാനിപ്പോൾ
അമ്മ മാതാവിന് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. അമ്മ മാതാവ് മാധ്യസ്ഥ അപേക്ഷിച്ച് തിരുക്കുമാരനോട് ഓരോ ദിവസവും കൃപകൾ വാങ്ങി തന്നുകൊണ്ടേയിരിക്കുന്നതിന് ഞാൻ ഹൃദയത്തിൽ നിന്നും കോടാനുകോടി നന്ദി പറയുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഞാൻ ബാങ്കിലേക്ക് പോയിട്ടില്ല. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞതിന് ശേഷം ബാങ്കിൽ പോകാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യം ആണ്. അവന് രോഗസൗഖ്യം കിട്ടിയിട്ട് 1 വർഷമായി. അവൻ സ്ഥലത്തില്ലായിരുന്നു. അവൻ വിദേശത്ത് സീഷൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിയായിരുന്നു, ഗ്രാഫിക് ഡിസൈനറായിട്ട്. അപ്പോഴത്തേന് അവിടെ ചെന്ന് അവിടുത്തെ ഫുഡ് പിടിക്കാതെ വരികയും പാൻക്രിയാസ് അസുഖം ഉണ്ടാകുകയും ചെയ്തു. 2-3 പ്രാവശ്യം വിദേശത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നാട്ടിൽ വരികയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിട്ട് കാരണം കണ്ടുപിടിച്ചില്ലായിരുന്നു. ആദ്യമേ ഒരു തരത്തിലുള്ള ഭക്ഷണങ്ങളും എരിവോ പുളിയോ ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ശരിക്കും പച്ചച്ചോറും തൈരും മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പച്ചക്കറി വെറുതെ അരിഞ്ഞ് സബോളയും ഉള്ളി ഇട്ടിട്ട് പറ്റിച്ചായിരുന്നു കൊടുത്തിരുന്നത്. ഒരു കറിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ വയറ്റ് വേദന, വയറ് കല്ല് പോലെ കിടക്കുക ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മോനെ ഇവിടെ കൊണ്ടുവരികയും ജോസഫച്ചനെ കാണാൻ മാതാവ് കൃപ തരികയും മാതാവ് ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് കൃപ തരികയും ജോസഫച്ചൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫച്ചനെ കാണാൻ പറ്റുകയും അദ്ദേഹം ഒറ്റ പ്രാവശ്യം കൈവപ്പ് ശുശ്രൂഷയും സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയോടും കൂടി ആ വലിയ രോഗത്തിന് ദൈവമാതാവ് സൗഖ്യം നൽകി. ഇന്ന് വരെ ആ അസുഖം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, മോന് ആ സമയത്ത് വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടു പോയി. അതിനിടയ്ക്ക് ഇവൻ്റെ വിവാഹം ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ട് പോയിരുന്നു. ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് നടത്തിത്തരണേ മാതാവേ. ഞങ്ങളുടെ കയ്യിൽ അന്ന് 5 പൈസ പോലും ഇല്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ കല്യാണം മോൻ്റെ ആയിരുന്നു. അത്രയ്ക്കും വലിയ ഭംഗിയിൽ മാതാവ് തിരുക്കുമാരനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ആ വിവാഹം നടത്തി തന്നു. അതിനുശേഷം മോന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളൊരു ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേനും മോൻ പറഞ്ഞു, അമ്മ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ട്. ഒരു തിങ്കളാഴ്ച വൈകുന്നേരമാണ് മോൻ എന്നോട് പറയുന്നത്, അമ്മ വ്യാഴാഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻ്റർവ്യൂ, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മോനെ നീ പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ വായിൽ അപ്പോൾ വന്ന്. ഈ തിങ്കളാഴ്ച രാത്രിയിൽ അവന് ഓക്കെ പറയും. ചൊവ്വ ബുധൻ ഈ 2 ദിവസം കൊണ്ട് അതിൻ്റെ പേപ്പറുകൾ, വിസയും ടിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വ്യാഴാഴ്ച രാവിലെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് കൂടുകയും ആ ഇൻ്റർവ്യൂവിൽ വിജയിക്കുകയും അമ്മ മാതാവും തിരുക്കുമാരനും ഗ്രാഫിക് ഡിസൈനർ എന്ന ജോലി തന്നെ ഒമാനിലുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ജോലി 3 ദിവസം കൊണ്ട് വിസിറ്റിംഗ് വിസയിൽ പോയി ജോലി നേടുകയും ചെയ്തു. എന്നിട്ട് 3 മാസം അവിടെ നിൽക്കുകയും അതിനുശേഷം നാട്ടിൽ പോരുകയും ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോമായിട്ട് മോന് ഇഷ്ടപ്പെട്ട തന്നെ ജോലി ദൈവമാതാവ് ഈശോയോട് മാധ്യസ്ഥത അപേക്ഷിച്ച് സമയത്തിന്മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് തന്നു. അമ്മ മാതാവ് ഇതുപോലെ നിരവധിയായ കൃപകൾ തക്ക സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും കടബാധ്യത ഞങ്ങൾക്കുണ്ട്. പക്ഷേ നാളെ എവിടെ നിന്ന് കൊടുക്കും അറിയത്തില്ലാതെ. അപ്പം എനിക്കൊരു ദൈവവചനം എപ്പോഴും വരും, നാളെ എന്ത് നടക്കുമെന്നതിനെ ചൊല്ലി നീ ഭാരപ്പെടേണ്ട, ദൈവം നിനക്കായി കരുതിക്കൊള്ളും. അപ്പോൾ എൻ്റെ ചിന്ത, നാളെ ദൈവം എനിക്ക് വേണ്ടി കരുതുമല്ലോ, ഞാൻ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അതുപോലെ എൻ്റെ ടെൻഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ വളരെയധികം കുറഞ്ഞു പോയി. മറ്റത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലത്തെയുള്ള ടെൻഷൻ വരുമായിരുന്നു ഓരോ പ്രശ്നം വരുമ്പോൾ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ മാതാവും ഈശോയും എന്നോടൊപ്പം ഉണ്ടെന്നുള്ള എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ അമ്മ മാതാവും ഈശോയും നിരവധിയായ കൃപകൾ, എണ്ണിയാൽ തീരാത്ത അത്രയും കൃപകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇനിയും എൻ്റെ അമ്മ മാതാവിൻ്റെ ഇപ്പം ഞാൻ ഉടമ്പടി 8ാമതാണ് പുതുക്കിയിരിക്കുന്നത്. ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ അടുത്തുള്ള ഒരു മരിയൻ സദനം എന്ന് പറയുന്ന സദനത്തിൽ പോകാറുണ്ട്. അവിടെ പോയി രോഗികളെ കുളിപ്പിക്കുക, ബെഡ്ഷീറ്റ് മാറ്റുക, അവിടെയുള്ള തുണികളൊക്കെ വിരിച്ചു കൊടുക്കുക, തറയൊക്കെ തുടയ്ക്കുക, തൂത്തുവാരുക, അങ്ങനെയുള്ള ജോലികളെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ചിലർക്കൊക്കെ മരുന്നുകളെല്ലാം വാങ്ങി കൊടുക്കാറുണ്ട്, ഇൻഹേലർ, ടാബ്ലറ്റുകൾ അങ്ങനെ വാങ്ങി കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ. പിന്നെ ഞാൻ മാസത്തിൽ ഭക്ഷണപ്പൊതികൾ കൊടുക്കാറുണ്ട്. എൻ്റെ ഭർത്താവും എൻ്റെ മോനും ഇതിനെല്ലാം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഇവരാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും. പിന്നെ ഞാൻ
ബൈബിൾ ദിവസവും വായിക്കാറുണ്ട്. രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൃത്യസമയത്ത് കൂടാറുണ്ട്. വൈകുന്നേരത്തെ സായാഹ്ന പ്രവർത്തന കൂടാറുണ്ട്. ജപമാല ചൊല്ലുന്നുണ്ട് ദിവസവും. പിന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൃത്യ ദിവസം തന്നെ കൂടാൻ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും ചൊവ്വാഴ്ച തന്നെ ലൈവായിട്ട് കൂടുകയാണ് പതിവ്. ഈ കൃപകളെല്ലാം തന്ന മാതാവിനും ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ദൈവമാതാവിനെ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെടുത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും 100,000 കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ചെറുപ്പം മുതലേ ദൈവത്തെ തേടി നടക്കുന്ന ഒരു ഹിന്ദുവായ വ്യക്തിയായിരുന്നു. പല പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുമായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ദൈവത്തെ കണ്ടെത്തിയത്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന്, നമ്മുടെ കണ്ണീരൊപ്പാൻ ഒരു ദൈവമുണ്ടെന്ന് ഇവിടെ കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട മാതാവ് ഉണ്ടെന്നറിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് അതറിഞ്ഞത്. ഇപ്പോഴെന്ത് പ്രശ്നം വന്നാലും എനിക്ക് പേടിയില്ല. കാരണം നമ്മുടെ ദൈവമാതാവും ഈശോയും കൂടെ ഉണ്ടല്ലോ. ദൈവമാതാവ് ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് നമ്മളെ രക്ഷിച്ചുകൊള്ളല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ള ഒരു ബലമായ ധൈര്യം, ഒരു ചിന്ത എനിക്ക് ഉണ്ട്. ദൈവമാതാവും ഈശോയും ഓരോ ദിവസവും എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും തന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ എണ്ണിയാൽ തീരാത്ത കൃപകളോർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും 100,000 കോടാനുകോടി ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായ നന്ദി പറയുന്നു. ദൈവമാതാവിനും പരിശുദ്ധ അമ്മ മാതാവിനും ജോസഫച്ചനും എല്ലാവർക്കും 100,000 നന്ദി പറയുന്നുണ്ട്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോവുക. നിൻ്റെ വ്യാധിയിൽ നിന്നും മോചിതയായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. സൗഖ്യം നൽകിയത് ഈശോയാണ്, പക്ഷെ അതിന് വാതിൽ തുറന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും വിഷമങ്ങൾക്കും ഉള്ളപ്പോൾ ഈ സമയങ്ങളിലെല്ലാം രക്തസ്രാവ സ്ത്രീയെപ്പോലെ അവൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ഈശോയുടെ അരികിലേക്ക് വരികയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ ആ ദിവ്യ ഈശോയുടെ ഒരു കരസ്പർശനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഈശോയെ ഒന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെയാണ് നാം ഓരോരുത്തരും അമ്മയുടെ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എത്തുന്നത്. നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തട്ടെ എന്നാണ് ഈശോ ആ സ്ത്രീയോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മളോടും ഈശോ പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തട്ടെ എന്നാണ്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. നമുക്കും വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും ഭയങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾക്കും ആ ശബ്ദം കേൾക്കാം, മകളെ നിൻ്റെ വിശ്വാസം, മകനെ നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്ന്. സുജാത അനിൽ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ആദ്യമായി ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെ പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 9 ദിവസത്തോളം യൂറിൻ ബാഗുമായിട്ട് പ്രത്യേക ഒരു അവസരത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 4 ഹോസ്പിറ്റലിൽ നിന്നും സജസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ സർജറി മാത്രമാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ വന്നപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു, യൂറിനറി പ്രോബ്ലം എന്ന് പറഞ്ഞതുകൊണ്ട് കാണുവാൻ സാധിച്ചില്ല. പിന്നീട് യൂറിനറി ബാഗുമായിട്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ വരികയും അങ്ങനെ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി 9 മാസം സാധിക്കാത്ത കാര്യമാണ് 2 ദിവസത്തിനകം ആ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈശോയും അമ്മയും സുഖപ്പെടുത്തിയത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം കണ്ണീരോടെ വരുമ്പോൾ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സംരക്ഷണവും ഈശോയുടെ സ്നേഹവുമാണ് നാം ഈ ആലയത്തിൽ നിന്ന് അനുഭവപ്പെടുന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛൻ്റെ ആ ആത്മീയ ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് ഒരുപക്ഷെ അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ആത്മീയ ആസ്തിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും. ഈ മക്കൾ ഇതുപോലെ തന്നെ 9 മാസം ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങി 4 ഹോസ്പിറ്റലിൽ നിന്ന് സർജറി പറഞ്ഞു. അതൊന്നുമില്ലാതെ 9 മാസം വേറെ 2 ദിവസം കൊണ്ട് ഈശോ തൊട്ട് സുഖപ്പെടുത്തുകയായിരുന്നു. ബൈബിളിൽ പറഞ്ഞ സ്ത്രീയോട് പറഞ്ഞതുപോലെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ
നാം കണ്ണീരോടെ ഈ കാലത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഈശോ ഈ മക്കളോടും പറഞ്ഞത് നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്നാണ്. അതുപോലെ തന്നെയാണ് 10 വർഷം വിൽക്കാൻ സാധിക്കാത്ത കാര്യം തക്ക സമയത്ത്, അതായത് ഒരു സ്ഥലം വിൽക്കാനും വേറൊരു സ്ഥലത്ത് ജപ്തിയുമാണ്. ആ ജപ്തിയുടെ ഡേറ്റ് വരികയും 10 വർഷം വിൽക്കാത്ത ആ സ്ഥലം ആ തക്ക സമയത്ത് വിൽക്കാൻ സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിരുന്നു. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ ഇടപെടൽ വളരെ പെട്ടെന്നാണ്. കാരണം നമ്മുടെ ആവശ്യ നേരത്ത് നമ്മൾ കണ്ണീരോടെ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവം. ഉടമ്പടിയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും ഇന്നത്തെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഏറ്റവും നല്ല വിളി കേൾക്കുന്ന ഒരു വലിയ വഴിയാണ് ഉടമ്പടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഈശോയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു അമ്മയുടെ ഒരു സാന്നിധ്യമാണ് നമ്മുടെ ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെയും ജപ്തി കൂടാതെ തന്നെ പരിശുദ്ധ അമ്മ 10 വർഷം നടക്കാത്ത കാര്യമാണ് പെട്ടെന്ന് തന്നെ ആ സ്ഥലം വിൽക്കാൻ സാധിക്കുകയും അവിടെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യത്തിൻ്റെ കാര്യം, മകൻ്റെ കാര്യവും. പാൻക്രിയാസിൻ്റെ ഹോസ്പിറ്റലുകളിൽ പോയി, ഇവിടെ തന്നെയല്ല വിദേശത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പിന്നെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഫലമുണ്ടായില്ല. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും വിദേശ രാജ്യത്തെ ട്രീറ്റ്മെൻറ്റും നാട്ടിലെ ട്രീറ്റ്മെൻറ്റും നടക്കാതായപ്പോഴാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ സൈത്ത് തേച്ച് ജോസഫ് അച്ഛൻ സൈത്ത് തേച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ആ രോഗം വന്നിട്ടില്ല. അതും പൂർണ്ണമായിട്ടൊരു രോഗസൗഖ്യമാണ് ഈശോ നൽകിയത്. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ ജോസഫ് അച്ഛൻ്റെ ആ പരിശുദ്ധ അമ്മയെ കാണുവാനുള്ള ഒരു അനുഗ്രഹമാണ് ജോസഫ് അച്ഛന് കിട്ടിയത്. ആത്മീയമായിട്ടുള്ള അത്രയും ഡിപ്പോസിറ്റ് ഉള്ളത് കൊണ്ടാണ് അച്ഛന് ആ അനുഗ്രഹം കിട്ടിയത്. ആ അനുഗ്രഹത്തിൽ നിന്നാണ് നമുക്കുള്ള അനുഗ്രഹം ലഭിക്കുന്നത്. നമുക്ക് ആ അനുഗ്രഹം ലഭിക്കുന്ന ഉടമ്പടിയിൽ കൂടിയാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നയിക്കുമ്പോഴാണ് നമുക്കും ഈശോയുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നത്. സുജാത അനിൽ എന്ന സഹോദരിയുടെ 8ാമത്തെ പുതുക്കലാണ്. ഉടമ്പടിയിൽ തുടർച്ചയായിട്ടുള്ളൊരു ജീവിതമാണ്, നിലനിൽക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ ഈശോയും അമ്മയും ഏറ്റെടുക്കുന്നത്. മകനുള്ള ജോലിയും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു ജോലി വെറും 3 ദിവസം കൊണ്ടാണ്. നമ്മൾ എത്രയോ നാളാണ് വിദേശത്തേക്ക് ഒരു ജോലിക്ക് നോക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെയും അമ്മ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച പറയാണ്, മോൻ പറയാണ് ഒരു ജോലി അവിടെയുണ്ട്. പെട്ടെന്ന് തന്നെ വിതിൻ 3 days, അതായത് ഇവിടെയാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും ഇടപെടുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാവുന്ന ഒരു വലിയ കാര്യമാണ് സമയചുരുക്കം. വിതിൻ 3 days മോന് ഒമാനിൽ പോവുകയും തിരിച്ചു വരികയും വർക്ക് ഫ്രോം ഹോമുള്ളൊരു നല്ലൊരു ജോലി കിട്ടി ഈശോയും അമ്മയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഈശോയും അമ്മയും നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ഉടമ്പടി ജീവിതം. നമുക്കെല്ലാവർക്കും ആ ഉടമ്പടി ജീവിതത്തിലേക്കുള്ള ആ ഇൻവിറ്റേഷൻ, ആ വിളി കിട്ടിയെങ്കിൽ നമ്മളൊരു തിരഞ്ഞെടുത്ത ജനമായതുകൊണ്ടാണ്. മറ്റുള്ള ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. കാരണം നമ്മൾ ഉടമ്പടി മക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യമാണ്, നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും കരുതലുമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വാസത്തോടെ ദൈവത്തോടും ചേർന്ന് നിൽക്കാം. നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും ഭയങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ ദിവ്യ സ്പർശനം നമ്മെ സുഖപ്പെടുത്തുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ മകനെ മകളെ എന്നുള്ള വിളി നമുക്ക് ശ്രവിക്കാൻ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാനും ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുജാത അനിലിനും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്കും ഈ മകൾ സാക്ഷി നിർത്തിയത്, ദൈവത്തെ ഞാൻ തേടി നടന്നു, അന്വേഷിച്ച ദൈവത്തെ ഞാൻ കണ്ടെത്തി. എവിടെയാ? പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നപ്പോഴാണ് തേടി നടന്ന ആ ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുജാത അനിലിനും കുടുംബത്തെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.